5 വർഷക്കാലം നമ്മളൊരു എഗ്രിമെൻറ്റിൽ വരുന്നുണ്ട്. MNRE വളരെ കൃത്യമായിട്ട് നമ്മൾ ഇംപാനൽ ചെയ്ത വെണ്ടറും നമ്മുടെ കയ്യിൽ നിന്നൊരു ഫിക്സഡ് അവരുടെ എമൗണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 2.5 ലക്ഷം രൂപ നമ്മുടെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായ ഒരു കണ്ടീഷൻസ് ഉണ്ട്. 5 വർഷക്കാലം കൃത്യമായി ഇതിന് വാറണ്ടി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പരിപാലനം എന്ന് പറയുമ്പോൾ വാഷിംഗ് ഒന്നും അതിനകത്ത് വരില്ല. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇടിമിന്നലൊക്കെ ഉണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ അത്തരം കാര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് നമ്മളും കമ്പനിയും അതുപോലെ കസ്റ്റമറും തമ്മിൽ വെച്ചിട്ട് ആ എഗ്രിമെൻ്റ് ഒരു 50 രൂപ മുദ്രപത്രത്തിലുള്ള എഗ്രിമെൻ്റ് വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ, സബ്സിഡി വരുന്നുള്ളൂ. അതാണ് ആദ്യത്തെ വശം. പിന്നെ രണ്ടാമത്തെ ഒരു വശം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന കാലഘട്ടത്ത് ഈ പാനൽസിന് 5 വർഷമായിരുന്നു വാറണ്ടി. ഇപ്പോൾ അതിൻ്റെ ഒരു ജനറൽ വാറണ്ടി എന്ന് പറയുന്നത് 30 വർഷമായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാനുഫാക്ചേഴ്സ് 5 വർഷത്തിൽ നിന്ന് 30 വർഷത്തിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ, ഈ ആദ്യം 5 വർഷം മുമ്പ് വെച്ച പാനൽസ് എല്ലാം ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തോന്നി എന്തുകൊണ്ട് 10 വർഷം ആക്കിക്കൂടാ. അങ്ങനെ 10 വർഷമാക്കി, അങ്ങനെ 15 ആക്കി, 20 ആക്കി, 25 ആക്കി. ഇപ്പോൾ റീസെൻ്റിലാണ്ടാണ് എല്ലാ കമ്പനികളും 30 വർഷം ആക്കിയത്. ചില കമ്പനികൾക്ക് 30, ഞങ്ങളൊക്കെ ചെയ്യുന്ന പ്രോഡക്ട്സ് 30 വർഷമാണില്ല. അപ്പോൾ ഈ 30 വർഷത്തിലേക്ക് എത്തിയത് ഒരു സുപ്രഭാതത്തിലൊന്നുമല്ല, അവർക്ക് നല്ല ബോധ്യം വന്നിട്ടാണ്. ഒരു കാര്യം അതാണ്. പിന്നെ രണ്ടാമത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മൂവിങ് പാർട്സ് ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് വേറെ ടയർ ഉണ്ടാകുന്ന പ്രശ്നമില്ല. രണ്ടാമത്തത്, നമ്മൾ ഈ സോളാർ സെൽസ് എന്ന് പറയുന്ന സാധനം മണൽത്തരികളിൽ നിന്നുണ്ടാകുക, സിലിക്കൺ എന്ന് പറഞ്ഞൊരു മെറ്റലിൽ നിന്നുണ്ടാകുന്ന, അതിൽ നിന്നുണ്ടാക്കുന്നതാണ്. അത് ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളിലും വിറ്റ്സ്റ്റാൻഡ് ചെയ്യുന്നത്, അത് മഴയാണേലും വെയിലാണേലും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വശം. രണ്ടാമതെന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ്സ് ആണ്. അത് ടഫൻഡ് ഗ്ലാസ് പ്ലേറ്റ്സ് ആണ്. ഈ ടഫൻഡ് ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഒരു 4 mm ഗ്ലാസ്സാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് 100 വർഷം കൊണ്ട് 2 mm ആയി കുറയുള്ളൂ. അതാണ് അതിൻ്റെ ഗ്ലാസിൻ്റെ ലൈഫ് സ്പാൻ. അതാണ്. അപ്പോൾ അടുത്ത 100 വർഷക്കാലം കൊണ്ട് 2 mm ആയി കുറയുന്നില്ലാണ്ട് ഇല്ലാണ്ടായി പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്നത് അലൂമിനിയം ഫ്രെയിംസ് ആണ്. അത് അനോഡൈസ്ഡ് അലൂമിനിയംസ് ആണ്. അനോഡൈസ്ഡ് അലൂമിനിയം നമുക്ക് ഏത് സാഹചര്യത്തിലും, അതിൽ ഉപ്പിൽ പോലും കിടന്നാൽ പോലും ഒരു തരത്തിലുള്ള ദ്രവിക്കലോ മറ്റൊന്നും ഉണ്ടാവാത്തതാണ്. അപ്പോൾ അതൊക്കെ വെച്ചത് അത്രമാത്രം സ്റ്റഡീസ് നടത്തിയത് കൊണ്ടാണ് ഇതിനൊരു അഷ്വറൻസ് വന്നിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കണമെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഗുഡ് വില്ലെന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബെസ്റ്റ് സർവീസും ബെസ്റ്റ് അഭിപ്രായം കൊണ്ട് മാത്രമേ നമുക്ക് തുടർന്ന് ബിസിനസ് നടന്നു പോകാനുള്ളൂ. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇതിനകത്തൊരു പാനിക് സിറ്റുവേഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എല്ലാം തന്നെ മുൻകൈയെടുത്ത് ഈ പ്രസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഏറ്റവും രസകരമായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ PM സൂര്യകർ യോജനയുടെ ബ്രാൻഡ് അംബാസിഡർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത്രയും കൺസേൺസ് ഉണ്ടാവേണ്ട പ്രശ്നമില്ലല്ലോ.